വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ്. അപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല. ആകെ വേണ്ടത് ഒരു പഴം, റവ, മുട്ട, ഇത്ര മാത്രം മതി. അപ്പം പഴം ഞാൻ ഇതുപോലെ കണക്കിന് ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്നു. ഇതുപോലെ. പിന്നെ ഒരു മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ആ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതാണ് ഇവിടെ മാറ്റി വയ്ക്കുന്നു. മുട്ടയും പഞ്ചസാരയൊക്കെ ഇളക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പഴം അരിഞ്ഞത് ഇതുപോലെ അപ്പച്ചമ്പിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒന്ന് ആവി കയറ്റി ഒന്ന് നമ്മൾ പഴം പുഴുങ്ങിയെടുക്കുന്ന പോലെ അതുപോലെ ഒന്ന് എടുത്തിട്ട് കൊണ്ടുവരാവേ. അപ്പം പഴമൊക്കെ ഞാനിതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കാണിക്കാം. അത് പാകത്തിനായിട്ടുണ്ട്. അപ്പം റവ എടുത്ത് വെച്ചിരിക്കുന്നു, മുട്ടയും പഞ്ചസാരയും. ഇനി നമുക്ക് ഈ പഴം, ഈ പുഴുങ്ങിയിരിക്കുന്ന പഴം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഈ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ റവ അതിലാക്കണം. മുട്ടയിൽ മുക്കി കഴിയുമ്പോൾ റവ പറ്റി പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എളുപ്പമല്ലേ? വളരെ എളുപ്പം കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ച് കാണിക്കാം. ഇതുപോലെ റവയിൽ മുക്കി പഴത്തിൻ്റെ മുകളിലൊന്ന് റവയെല്ലാം ആക്കി കൊടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കുന്നു ഓരോന്നായിട്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പഴത്തിലും ഇതുപോലെ റവയാക്കി കൊടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. നോക്കിക്കേ, തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിങ്ങനെ റവയുടെ അതൊക്കെ സ്പ്രെഡായി പോകും. അപ്പം ഇതുപോലെ ഞാൻ പൊള്ളിച്ചെടുക്കുന്നു. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനും. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ, അവർ കഴിച്ചോളും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കഴിക്കുന്നത് നോക്കിക്കേ ഇതുപോലെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക്സ് എവരിവൺ.